ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കിയാലോ. എന്നാൽ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കിലോ ബീഫ്, 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 2 സവാള, ഒരു 10 അണ്ടിപ്പരിപ്പ്, ഒരു 15 കിസ്മസ്, കുറച്ച് നെയ്യ് കൂടെ ആവശ്യമുണ്ട്. ഇറച്ചി നന്നായി കഴുകി മുറിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ ചിരകി മിക്സിയിൽ അടിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ ആദ്യത്തെ പാലെടുത്ത് വയ്ക്കുക. ബാക്കി വരുന്നത് 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ആ പാലും എടുത്ത് വയ്ക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് അതും എടുത്ത് വയ്ക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിൽ പുഴുങ്ങുക. അത് തണുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. സവാളയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. പട്ടയും കരയാമ്പും ഏലക്കായും കുരുമുളകും ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റിയ ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ച തേങ്ങാപ്പാൽ നമുക്ക് അരിപ്പയിൽ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിൽ വേവിച്ച ആ ഇറച്ചിയും ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ വേവിച്ച് അരിഞ്ഞു മാറ്റി വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൂ തിളയ്ക്കുമ്പോൾ നേരത്തെ നമ്മൾ ആദ്യം എടുത്തു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ ചേർത്ത് കൊടുത്ത് വാങ്ങി വയ്ക്കാവുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.